ഓടിച്ചിട്ട് വരാട്ടാ. പിന്നെ പ്രാന്തൻ വണ്ടിയാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. റോയൽ എൻഫീൽഡിന്റെ ഗറില്ല 450. ഗറില്ല മീൻസ് ഫൈറ്റർ, ദ റിയൽ ഫൈറ്റർ. പ്ലായ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറിൽ നമ്മൾ ഡീറ്റെയിൽഡ് അടിപൊളിയായിട്ട് ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അത് പോയി കാണണം. ഈ വണ്ടിയുടെ കളർ വരുന്നത് ഗോൾഡ് ഡിപ്പ്. എൻ്റെ കയ്യിൽ വണ്ടി നിൽക്കുമെന്നൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഷോറൂമിൽ ഇന്നൊന്ന് 2 റൗണ്ട് അടിച്ച് നമ്മൾ റോഡിലിറക്കാൻ പോവാണ് ഗൈസ്. CC കൂടിയ വണ്ടിയാണ്, പോരാളിയാണ്, പ്രാന്തൻ വണ്ടിയാണ്. ഒരുപാട് വിശേഷണങ്ങൾ നമ്മൾ ഈ വണ്ടിയെ പറ്റി കേട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവൻ്റെ പെർഫോമൻസ് എന്ന്. ലെറ്റ്സ് ഗോ. വണ്ടി ഓടിച്ചിട്ട് വന്നപ്പോ ഉണ്ടല്ലോ, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഞാനിങ്ങോട്ട് വരുമ്പോ കട്ടർ ഉണ്ടായിരുന്നു, വളവും തിരിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഹാൻഡിൽ ചെയ്യാൻ നല്ല എളുപ്പമായിട്ട് തോന്നി. എനിക്ക് വെയിറ്റ് ഒന്നും അധികം ഫീൽ ചെയ്തില്ല. ഞാൻ വിചാരിച്ച പോലെ അല്ല. കാരണം എന്താ വെച്ചാല്, ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് ഭയങ്കര പേടിച്ചിട്ടാണ് എടുത്തത്. CC കൂടിയ വണ്ടിയാണ്, പിന്നെ പ്രാന്തൻ വണ്ടിയാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാവുമെന്ന് ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര പേടി ഉണ്ടായിരുന്നു മനസ്സിൽ. 6th ഗിയർ വരെ ഉണ്ട്, പക്ഷെ എനിക്ക് 4th ഗിയർ വരെ ഇടാൻ പറ്റിയിട്ടുള്ളൂ. ഇത്രയും കൂടെ വലിയ നല്ലൊരു ഹൈവേ കൂടെ ഒക്കെ പോകുമ്പോഴാണ് നമുക്ക് 5th 6th ഒക്കെ ഇടാൻ പറ്റുള്ളൂ. 2nd ഇടുക 3rd ഇടുക ഒക്കെ ആവുമ്പോഴേക്കും നല്ല പുള്ളിങ് ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. എന്റെ കയ്യിൽ നിൽക്കുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു മനസ്സിൽ. ഒന്നുമില്ല, അടിപൊളിയാണ്.
ഞാൻ പറയാന്ന് വെച്ചാല് എല്ലാവരും വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി എടുക്കാൻ പോകുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് വണ്ടിയുടെ പുള്ളിങ്. അപ്പോ സെക്കൻഡ് ഇടുക തേർഡ് ഇടുക ഒക്കെ ആവുമ്പോഴേക്കും നല്ല പുള്ളിങ് ആണ് കേട്ടോ. ഈ വണ്ടിക്ക് പ്രാന്താന്ന് പറയാനായിട്ട് എന്താ പ്രധാന കാരണം എന്നറിയോ? ഹിമാലയൻ 450യുടെ അതേ എഞ്ചിൻ തന്നെയാണ്, ഷെർപ്പ 450 ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഗർലിക്കും കൊടുത്തിട്ടുള്ളത്. വെയിറ്റ് വരുന്നത് 185 കിലോ മാത്രമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുള്ളത്. പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വണ്ടി അടിപൊളിയായിരിക്കും. ഗറില്ല 450 എക്സ്പീരിയൻസ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ വണ്ടി ബുക്ക് ചെയ്യാനും വിളിക്കേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കാം. തൃശ്ശൂർ കുരിയച്ചിറയിലുള്ള ടാക്സ് ബൈക്സ് ആണ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് വണ്ടി തന്നിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഗറില്ലയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും പോയി കാണണം. സ്റ്റേ ട്യൂൺ. ബൈ.